ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തില് ഹൈന്ദവ സംഘടനകളെ എല്ലാം കൂടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത്. ഹൈന്ദവ സംഘടനകളെ എന്തിനു വേണ്ടി ഒരു കുടക്കീഴിൽ കൊണ്ടുവരും? ഒന്ന്, തുടർഭരണം പിണറായി വിജയന് വേണം. മുസ്ലിം സംഘടനകളെ മുഴുവൻ ഭയക്കുന്നുണ്ട് പിണറായി വിജയൻ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞത്, ഈ മുസ്ലിം സംഘടനകൾ മുഴുവൻ മുസ്ലിം ലീഗിനോടൊപ്പം ജമായത്തെ ഇസ്ലാമി, SDPI, വെൽഫെയർ പാർട്ടി, പോപ്പുലർ ഫ്രണ്ടിന്റെ അവശേഷിക്കുന്ന കക്ഷികൾ ഇവരെല്ലാം തന്നെ മുസ്ലിം ലീഗിനോടൊപ്പമുണ്ട്. ആ മുസ്ലിം ലീഗ് വോട്ടിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് പിണറായി വിജയൻ ശ്രമിക്കുന്നു. ആ മുസ്ലിം വോട്ടിനെ ഭയന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇനിയും 2019-ലും 2024-ലും ചോർന്നു പോയ ഹൈന്ദവ വോട്ടുകൾ മുഴുവൻ ഏകീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. 2018-ലെ ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ 19-ൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന് കനത്ത പ്രഹരം സംഭവിച്ചു. 19-ലെ കോൺഗ്രസിന്റെ വിജയം ശബരിമല യുവതീ പ്രവേശ വിഷയത്തിൽ മാത്രമല്ല, രാഹുൽ ഗാന്ധി അന്ന് വയനാട്ടിൽ മത്സരിക്കുകയാണ്. അടുത്ത പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആകുന്നു. കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുന്ന ഒരു MP യാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നൊക്കെ തരത്തിൽ കോൺഗ്രസുകാർ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുണ്ടായി. ഇതുകൊണ്ടും കോൺഗ്രസിന് വലിയ നേട്ടം ഉണ്ടാക്കാനും സാധിച്ചു എന്നുള്ളതാണ്. അവിടെ 2024-ൽ വരുമ്പോൾ ഹൈന്ദവ വോട്ടുകളിൽ നന്നായി ചോർച്ചയുണ്ടായി. പ്രത്യേകിച്ച് SNDP വിഭാഗത്തിന്റെ വോട്ടുകൾ, ഈഴവ വോട്ടുകൾ ചോർന്നു എന്ന് CPM-ന്റെ പാർട്ടി സെക്രട്ടറി തന്നെ സമ്മതിക്കുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളിൽ പോലും വോട്ട് ചോർച്ചയുണ്ടായി. ആ ചോർച്ച അത് മുഴുവൻ പോയത് BJP-യിലേക്കാണ് എന്നുള്ളതുമാണ്. ഈ അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെ, ശബരിമല യുവതീ പ്രവേശ വിഷയത്തിലൂടെ ശബരിമല സ്ഥിതി ചെയ്യുന്ന പത്തനംതിട്ട ജില്ലയ്ക്കകത്തു മുഴുവൻ, ശബരിമല ഉൾപ്പെടെ അയ്യപ്പന്റെ പൂങ്കാവനമാകെ തന്നെ കലുഷിതമാക്കി മാറ്റുന്നതിന് LDF സർക്കാർ തയ്യാറെടുത്തത് കൊണ്ട് തന്നെയാണ് ജനങ്ങൾ അതിശക്തമായ തിരിച്ചടി നൽകി കേരളത്തിൽ ഇടം പിടിച്ച BJP-യിലേക്ക് ചേക്കേറാൻ തുടങ്ങിയതും. കേരളത്തിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചു. 2014-ൽ നേടിയ വോട്ട് വിഹിതമല്ല 2019-ലെ, അതിലും അപ്പുറമായിട്ട് പോയി 2024-ൽ. ഇനിയിപ്പോൾ 2026-ൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ പറയുന്നുണ്ട്, ഇത് ഇനി വോട്ട് വിഹിത വർധനവല്ല, സീറ്റ് പിടിക്കുക എന്നുള്ളതാണ്. 11 മുതൽ 20 സീറ്റ് വരെ അവിടെ പ്രധാനമായിട്ടും BJP നോട്ടമിട്ടിരിക്കുകയാണ്. 11 ഇടങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്തെത്തി. 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 2-ാം സ്ഥാനത്തും എത്തി. ഈ 2-ാം സ്ഥാനത്തെത്തിയത് 1-ാം സ്ഥാനവുമായിട്ട് വലിയ അന്തരമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഞ്ഞു വിചാരിച്ചു കഴിഞ്ഞാൽ 20 സീറ്റ് നേടാം. അമിത്ഷാ പറഞ്ഞിട്ട് പോയി 2026-ൽ BJP കേരളം ഭരിക്കും എന്ന്. കേരളത്തിലെ BJP നേതാക്കന്മാരല്ല പറഞ്ഞത്, രാഷ്ട്രീയത്തിലെ ചാണക്യനായിട്ടുള്ള BJP-യുടെ ചാണക്യ തന്ത്രങ്ങളെല്ലാം ആവിഷ്കരിക്കുന്ന അമിത്ഷായാണ് പറഞ്ഞത് 26-ൽ കേരളം ഭരിക്കും എന്നുള്ളത്. അതുകൊണ്ട് പിണറായി വിജയൻ കണ്ണും നട്ടിരുന്നു കഴിഞ്ഞാൽ, അയ്യപ്പ ഭക്ത സംഗമം നടത്തിയാൽ ഈ ഹൈന്ദവ വോട്ടുകൾ CPM-ന്റെ ക്യാമ്പുകളിലേക്ക് കൊണ്ടുവരാം എന്ന് നോക്കണ്ട. അത് കാരണം ഹൈന്ദവർക്ക് അത്രത്തോളം തക്കതായിട്ടുള്ള ശിക്ഷയാണ് 2016 മുതൽ ഇങ്ങോട്ട് നൽകിയത്. 2016 മുതൽ 21 വരെ സഹിക്കാം. 21-ന് ശേഷം ഉണ്ടായിട്ടുള്ള തുടർ ഭരണത്തിലൂടെ കേരളത്തെ നശിപ്പിക്കുകയും ധാർഷ്ട്യവും പണസമ്പാദനവും മാത്രമായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു പാർട്ടിയെയാണ് CPM-ൽ കണ്ടതെന്നുള്ളതാണ്. ത്രിപുരയിൽ, ബംഗാളിലും ഈ പാർട്ടി ഏതെല്ലാം തരത്തിൽ ആ സംസ്ഥാനത്തെ നശിപ്പിച്ചുവോ അതുപോലെ തന്നെ ഇവിടെയും നശിപ്പിച്ചു. ഹൈന്ദവർ എന്ന് കേൾക്കുമ്പോൾ ക്ഷേത്രങ്ങളെ മുഴുവൻ തകർക്കാൻ ശ്രമിക്കുന്നു.
ഇപ്പോൾ മുസ്ലിം ജനത മുഴുവൻ കൈവിട്ടു എന്ന് ബോധ്യമായപ്പോഴാണ് ഇനിയെങ്കിൽ ഹൈന്ദവ വോട്ടുകൾ മുഴുവനായിട്ട് സമാഹരിക്കാം എന്നുള്ള ഒരു ശ്രമം നടത്തുന്നത്. പക്ഷേ അത് വിലപ്പോകില്ല. അതിന് അയ്യപ്പന്റെ പേരിൽ തന്നെ അയ്യപ്പ ഭക്ത സംഗമം, അയ്യപ്പ ഭക്ത സംഗമത്തിനകത്ത് പാർട്ടിയിൽപ്പെട്ടവർ SNDPയും NSSും ഒക്കെ പിന്തുണ കൊടുക്കുന്നു എന്ന് സമുദായ നേതാക്കന്മാർ അറിയിച്ചിട്ടുണ്ട്. ഇനി ഇതിന് പിന്നാലെ KPMS ഒക്കെ വരും. നമുക്കറിയാം ശബരിമല യുവതീ പ്രവേശ വിഷയത്തിന്റെ ശേഷം നടന്ന നവോത്ഥാന മതിൽ. എന്തിന് നടത്തിയ നവോത്ഥാന മതില്? ഞങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി. അതിന് പിന്നിൽ വെള്ളാപ്പള്ളി ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ അയ്യപ്പ ഭക്ത സംഗമം നടത്തിക്കഴിഞ്ഞാൽ വിദേശ പ്രതിനിധികൾ അടക്കം വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ ശബരിമലയിലെ അയ്യപ്പ ഭക്ത സംഗമം നടത്താതെ തന്നെ ശബരിമലയുടെ പേരും പെരുമയും ഒക്കെ എത്തേണ്ടിടങ്ങളിൽ എത്തുന്നുണ്ട്. പലതരത്തിൽ ശബരിമല ക്ഷേത്രം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. 1950 ശബരിമല ക്ഷേത്രത്തിന് തീയിട്ട ആ തീവയ്പ്പിനെ കുറിച്ചില്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു വർഗീയമായിട്ടുള്ള പല കാര്യങ്ങൾ അതിനകത്ത് കയറി വരും. പക്ഷേ ആ തീയിട്ട വീട്ടുകാർക്ക് ആ കുലം തന്നെ നശിച്ചു പോയി എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നീട് എത്രയെത്ര വിവാദങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ വിവാദങ്ങളെ മുഴുവൻ അതിജീവിച്ചു പോവുകയുണ്ടായി. കേരളത്തിൽ മാത്രം പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലുള്ള ശബരിമല ക്ഷേത്രം ഇന്ന് രാജ്യത്തെല്ലായിടങ്ങളിലും അറിയാം. രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് സമയത്ത് ശബരിമലയിലേക്ക് എത്തുന്നത്. ശബരിമലയിൽ ഉണ്ടാകുന്ന വരുമാനം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള 1258 ക്ഷേത്രങ്ങളിൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. 5000-ലധികം ദേവസ്വം ജീവനക്കാർ തന്നെ ഉണ്ട്. ഈ 1258 ക്ഷേത്രങ്ങൾ ഉള്ളതില് എത്ര ക്ഷേത്രങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തതയിൽ പോകാൻ കഴിയുന്നത്? അപ്പോൾ ആ ക്ഷേത്രങ്ങളെ, ബാക്കിയുള്ള ക്ഷേത്രങ്ങളെ മുഴുവൻ നിലനിർത്തുന്നത് ശബരിമല ക്ഷേത്രത്തിൽ നിന്നുള്ള വരുമാനമാണ്. ശബരിമല ക്ഷേത്രത്തിലെ തീർത്ഥാടന കാല സമയത്ത് കേരളത്തിൽ വന്ന് മറിയുന്ന പണം കൂടി നമ്മൾ നോക്കണം. എല്ലാ തരത്തിലുള്ള കച്ചവടവും ശബരിമല തീർത്ഥാടന പാതയിലും അനുബന്ധമായിട്ട് നിൽക്കുന്ന ക്ഷേത്രങ്ങളിലെ ഇടത്താവളങ്ങളിലുമായിട്ട് കേരളത്തിലെ മാർക്കറ്റ് ഉണരുകയാണ്. സാമ്പത്തിക സർവേ അനുസരിച്ച് തന്നെ 3000 കോടിയിലധികം കേരളത്തിൽ മറിയുന്നുണ്ട് എന്നാണ് പറയുന്നത്. വെള്ളം വാങ്ങിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, തീപ്പെട്ടി വാങ്ങിക്കുന്നു, എന്തിലും അതിൻ്റെതായ തരത്തിൽ കേരള സർക്കാരിലേക്ക് ഉണ്ടാകുന്ന വരുമാനമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തെയാണ് യുവതീ പ്രവേശ വിഷയത്തിലൂടെ തകർക്കാനായിട്ട് ശ്രമിച്ചത്. ശബരിമലയെ ഒരു മുഴുവൻ സമയ തീർത്ഥാടന കേന്ദ്രം പോലെയാക്കി മാറ്റാൻ പിണറായി വിജയൻ ശ്രമിച്ചു. അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനാണ് തക്കതായ മറുപടി കൊടുത്തിരുത്തിയത്. ഇത് ഹൈന്ദവർക്ക് മനസ്സിലായി. ശബരിമലയെ തകർക്കാനും ശബരിമലയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാനുള്ള പിണറായി വിജയന്റെ തന്ത്രമാണ് ഇതെന്ന്. ശബരിമല അയ്യപ്പ ഭക്ത സംഗമത്തിലൂടെയും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിലുള്ള നീക്കം തന്നെയാണ്. ഇത് വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുള്ളതാണ്. അല്ലാതെ ശബരിമലയുടെ പേരോ പെരുമയോ ഒന്നുമല്ല. ശബരിമലയ്ക്ക് പേരും പെരുമയും പിണറായി വിജയൻ ഉണ്ടാക്കി കൊടുക്കണ്ട.